ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു സംഗീതാസ് ഫുഡ് ഗാലറി. നമുക്കിന്ന് പഴംപൊരി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ചായക്കടയിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള നാടൻ പഴംപൊരിയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഈ ബൗളിലേക്ക് 2 കപ്പ്, ഈ കപ്പിൽ 2 കപ്പ് മൈദ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ദോശയുടെ മാവാണ്. ഇത് പുളിച്ച ദോശയുടെ മാവാണ്. ഇത് ചേർത്ത് കൊടുക്കേണ്ട. ഇതിന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിക്ക് പകരമായിട്ട് ഫുഡ് കളർ വേണമെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. യെല്ലോ കളർ ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അളവൊക്കെ പിന്നെ നോക്കിയിട്ട് വേണമെങ്കിലും വീണ്ടും ചേർക്കാവുന്നതാണ്. ഞാൻ 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാൻ ഇതിലേക്കൊരു 2 പിഞ്ച് സോഡ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയാണത്. അധികം ചേർക്കുന്നില്ല, 2 പിഞ്ച് മാത്രം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എത്ര ആവശ്യമുണ്ടോ നോക്കിയിട്ട് പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. ഒരുപാട് ലൂസായിട്ട് ഉണ്ടാവാൻ പാടില്ല, ഒരുപാട് തിക്ക് കൺസിസ്റ്റൻസിയിൽ ഉണ്ടാവാൻ പാടില്ല. ഇതിൽ പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി എനിക്കിത് അളവ് കറക്റ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് പഴംപൊരി ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ പഴംപൊരി ചെയ്യാനായിട്ട് ഞാൻ 4 നേന്ത്രപ്പഴമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നല്ലോണം പഴുത്ത പഴമാണ്. നല്ലോണം പഴുത്ത പഴം വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ഇനി ഇതിന്റെ തോലൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ പഴത്തിനെ ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്ര ലെങ്ത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിനെ ഈ നെടുകെ മുറിച്ചെടുക്കാം. 2ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഒരു പഴത്തുനിന്ന് 4-5 പീസ് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് പഴംപൊരി ചെയ്യാൻ തുടങ്ങാം. ഇപ്പം ഞാൻ വെളിച്ചെണ്ണ ചീഞ്ചട്ടിലേക്ക് ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. അപ്പോഴേ നമ്മുടെ നാടൻ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്തും ചെയ്യാം. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ പഴത്തിനെ ഈ മാവിലേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കണം. പഴം ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ആദ്യം 2 ഇട്ടിട്ടുള്ളൂ. ഈ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, മീഡിയം ഫ്ലെയിമിൽ തീ ഉണ്ടാവണം പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പുറത്തൊക്കെ നന്നായിട്ട് റെഡ് കളർ വരും, ഉള്ളിൽ വേവില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇതൊരു കിച്ചൺ ടിഷ്യൂയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്ത ബാച്ച് പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഇതിൽ മധുരം എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി കൊടുക്കാം.
ഇപ്പോൾ പഴംപൊരിയൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഇത് കറക്റ്റായിട്ടുള്ള പാകമാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കി, ഇതിൽ മധുരവും പുളിയെല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇതിൽ ഇഡ്ഡലി മാവ് ചേർക്കുമ്പോൾ അധികം ചേർക്കരുത് കേട്ടോ, കുറച്ച് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ചായക്കടയിലൊക്കെ കിട്ടുമ്പോൾ ചെറിയൊരു പുളിപ്പോട് കൂടിയല്ലേ കിട്ടുക, അതുകൊണ്ടാണ് ഇഡ്ഡലി മാവ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചായക്കട സ്റ്റൈലിലുള്ള പഴംപൊരി റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.